നമ്മൾ തുടരുകയാണ്. ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട ജില്ലകൾ കൂടി നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പാലക്കാടേക്ക് പോവാം. പാലക്കാട് ജില്ല ഇടതുപക്ഷ കോട്ടയൊക്കെയാണ്, ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള ഇടമാണ്. പക്ഷെ പാലക്കാടും ഇത്തവണ ചില ദുസ്സൂചനകൾ ഉണ്ടോ എന്നതാണ്. അതായത് സംസ്ഥാനത്ത് ഭരണമാറ്റം ഉണ്ടായെങ്കിൽ അതിന്റെ വലിയ പ്രതിഫലനം ഉണ്ടാവുന്ന ഇടമാണിത് എന്ന് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അസാന്നിധ്യത്തിൽ പാലക്കാട് മണ്ഡലം പറയാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വിധി കൂടി പ്രധാനപ്പെട്ടതാണ്. CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, പാലക്കാട് പൊതുവിൽ അത്ര കണ്ട് വെല്ലുവിളി ഉണ്ടാക്കില്ലെന്ന് ഇടത് ക്യാമ്പ് കരുതുന്നുണ്ട്. പക്ഷേ വിമത നീക്കമുണ്ട്. PK ശശി മത്സരിക്കുന്ന ഒറ്റപ്പാലത്ത്. ഒപ്പം പാലക്കാട് മണ്ഡലം പ്രധാനപ്പെട്ട ഇടമാണ്. MP രാജേഷ് മന്ത്രി കടുത്ത വെല്ലുവിളി നേടുന്നു തൃത്താലയിൽ. എന്താണ് ലാസ്റ്റ് ട്രെൻഡ്? ആലപ്പുഴ പാലക്കാട് ചില അട്ടിമറികൾ ഇത്തവണ ഉണ്ടാകുമോ? സജിത്ത്, പാലക്കാട് ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഇടങ്ങളിൽ സജിത്ത് സൂചിപ്പിച്ച തൃത്താലയുണ്ട്, അതുപോലെ പാലക്കാടുണ്ട്, ചിറ്റൂരുണ്ട്, അതേപോലെ ഒറ്റപ്പാലമുണ്ട്, ഇതോടൊപ്പം കോങ്ങാടുണ്ട്. ഈ 5 മണ്ഡലങ്ങൾ വലിയ മത്സരം നടക്കുന്ന ഇടങ്ങളായിട്ട് തന്നെ വേണം. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പാലക്കാടിൻ്റെ വഴിക്ക് വരികയാണെങ്കിൽ പാലക്കാട് ഇത്തവണ UDFന് നിലനിർത്താൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അവിടെ ശോഭാ സുരേന്ദ്രൻ കടുത്ത മത്സരം വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. UDFന് വേണ്ടി രമേശ് പിഷാരടി പ്രതിരോധിക്കുന്നുണ്ട്. പക്ഷേ അവിടെ നിർണായകമാവുക NMR നേടുന്ന, അതായത് ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥി നേടുന്ന വോട്ടുകൾ അവിടെ നിർണായകമാകും. അവിടെ LDFനും വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങൾ അല്ലെങ്കിൽ പോലും അവിടെ ജയസാധ്യത നിശ്ചയിക്കുന്ന NMRന്റെ വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരമാണ് തൃത്താലയിലേത്. തൃത്താലയിൽ MP രാജേഷും VT ബൽറാമും തമ്മിൽ കടുത്ത പോരാട്ടമാണ്. കഴിഞ്ഞ തവണ MP രാജേഷിനെ തുണച്ച മുസ്ലിം വോട്ടുകൾ ഇത്തവണ തുണയ്ക്കുമോ എന്നുള്ളതാണ് അവിടെ പ്രധാനമായിട്ടും വിധി നിർണ്ണയിക്കുക. അവിടെ ഇത്തവണ SDPയുടെ സ്ഥാനാർത്ഥിയുണ്ട്. കഴിഞ്ഞ തവണ 3000-ലേറെ വോട്ടുകൾക്കാണ് അവിടെ MP രാജേഷ് ജയിച്ചത്. അതുകൊണ്ട് തന്നെ തുല്യ പോരാട്ടം നടക്കുമ്പോൾ അവിടെ ഓരോ വോട്ടും പ്രധാനപ്പെട്ടതാണ്. മുസ്ലിം SDPA സ്ഥാനാർത്ഥി നേടുന്ന വോട്ടുകൾ ഒരുപക്ഷെ അവിടെ വിധി നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒന്നായിട്ട് മാറാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഒറ്റപ്പാലത്തേക്ക് വരികയാണെങ്കിൽ ഒറ്റപ്പാലത്ത് നമുക്കറിയാം അത് LDFന് വലിയ മെജോറിറ്റി ഉള്ള ആത്മവിശ്വാസമുള്ള മണ്ഡലമാണ്. പക്ഷേ അവിടെ PK ശശി സ്വതന്ത്രനായിട്ട് UDF സ്വതന്ത്രനായിട്ട് എത്തിയതോടെ ചില വോട്ടുകൾ LDFനാണ് ലഭിക്കുക എന്ന് പ്രചാരണം നടത്തുന്നുണ്ട്. മേജർ രവിയും അവിടെ നേടുന്ന വോട്ടുകൾ നിർണായകമായിട്ടുള്ളതായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് കോങ്ങാട്. കോങ്ങാട് തവണ സീറ്റ് വെച്ചുമാറ്റത്തിലൂടെയാണ് UDF കോൺഗ്രസ് മത്സരിക്കുന്ന ഒരു സീറ്റാക്കി മാറ്റിയത്. അവിടെ KA തുളസി വലിയ മത്സരം നടത്തുന്നുണ്ട്. നിലവിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള LDFന് ഒരു വലിയ വെല്ലുവിളി ഉയർത്തുന്ന തരത്തിൽ തന്നെയാണ് അവിടുത്തെ മത്സരം അവിടെ പുരോഗമിക്കുന്നത്. ഈ മത്സരങ്ങളൊക്കെ തന്നെ LDFനെ സംബന്ധിച്ച് അവിടെ പാലക്കാട് സിറ്റിംഗ് സീറ്റല്ല, പക്ഷേ അവിടെ വിധി നിർണ്ണയിക്കുന്നതിൽ LDFന്റെ സ്ഥാനാർത്ഥി വളരെ റോളുണ്ടായിരിക്കും. LDF നേടുന്ന വോട്ടുകൾ നിർണായകമായിരിക്കും. ചിറ്റൂര് തവണ LDFും UDFും തമ്മിൽ കടുത്ത മത്സരമാണ്. അവിടെ കൃഷ്ണൻകുട്ടി മാറി അവിടെ മുരുകദാസാണ് മത്സരിക്കുന്നത്. സുമേഷ് അച്യുതൻ, കഴിഞ്ഞ തവണ തോറ്റ സുമേഷ് അച്യുതനാണ് മത്സരിക്കുന്നത്. പക്ഷേ ആ സാഹചര്യമൊക്കെ മാറിയിട്ടുണ്ട്. അവിടെയും UDFന് പ്രതീക്ഷയുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ LDFനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണത്തെ പോലെ പൂർണ്ണമായിട്ടും ഒരു ക്ലീൻ സ്വീപ്പ് പോലത്തെ ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. തൃത്താല, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മത്സരം ചിറ്റൂര്, അതായത് കോങ്ങാട് എന്നീ സീറ്റുകൾ LDFനെ സംബന്ധിച്ച് നിലനിർത്തുക ഒരു വെല്ലുവിളിയുള്ള സാഹചര്യമാണ്. അതുപോലെ പാലക്കാട് മണ്ഡലത്തിൽ LDF നേടുന്ന വോട്ടുകൾ നിർണായകമാകും. അവിടെ UDFനെ സീറ്റ് നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതും അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. സജിത്ത്. യെസ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അനുമോദ്, ഒരു കാര്യം കൂടി അറിയേണ്ടത്, ഒരുപക്ഷെ പാലക്കാട് ഒന്ന് പ്രത്യേകം പരാമർശിച്ച് പോകാമെന്ന് തോന്നുന്നു. കാരണം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് ശേഷം വരുന്ന രമേശ് പിഷാരടി എത്ര കണ്ട് സ്വാധീനമുണ്ടാക്കുമെന്ന ചോദ്യമാണ്. ഈ പാലക്കാടിന്റെ ലാസ്റ്റ് ട്രെൻഡുകളിൽ ഈ BJPയുടെ പരമ്പരാഗത വോട്ടുകൾക്കപ്പുറം ശോഭാ സുരേന്ദ്രൻ എത്ര കണ്ട് സ്വാധീനം ആ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്? UDF ക്യാമ്പ് പങ്കുവെക്കുന്നത് വലിയ ശുഭപ്രതീക്ഷയാണ് പാലക്കാട്. ആ സാഹചര്യമാണോ തന്നെയാണ് ഉള്ളത്? കഴിഞ്ഞ തവണ 20,000-ഓളം ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടം ഉപതെരഞ്ഞെടുപ്പിൽ നേടിയതാണ്. ആ ട്രെൻഡ് നിലനിർത്താൻ UDFന് കഴിയുമോ? എന്താണ് യാഥാർത്ഥ്യം? പാലക്കാട് ഇത്തവണ വിധി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകുക സ്ത്രീകളുടെ വോട്ടുകളാണ്. അതായത് ശോഭാ സുരേന്ദ്രൻ വലിയ സ്വാധീനം ചെലുത്തുന്ന സ്ത്രീ വോട്ടർമാരിലാണെന്നാണ് പൊതുവിലയിരുത്തൽ. അതിൽ LDFന്റെയും UDFന്റെയും ഒക്കെ വോട്ടർമാരുണ്ട്. അതുകൊണ്ട് സ്ത്രീ വോട്ടുകളായിരിക്കും ഇത്തവണ പാലക്കാട് മണ്ഡലത്തിലെ വിധി നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുക. ഏറ്റവും അവസാനമായി രമേശ് പിഷാരടിയെ തടഞ്ഞ സംഭവം പോലും ശോഭാ സുരേന്ദ്രൻ ഒരു സ്ത്രീ വിരുദ്ധ പരാമർശങ്ങളുടെ പേരിലാണ് അവരെ തടഞ്ഞത് എന്ന തരത്തിൽ അതിനെ വിശേഷിപ്പിക്കുമ്പോൾ, അതിനെ ന്യായീകരിക്കുമ്പോൾ അവിടെ ലക്ഷ്യം വയ്ക്കുന്നത് സ്ത്രീ വോട്ടുകൾ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള വികാരം, അതുപോലെ തന്നെ കൗൺസിലർ പ്രശോഭിന്റെ സംഭവങ്ങൾ, ഇതൊക്കെ തന്നെ കൂട്ടിച്ചേർത്ത് വെച്ച് രഞ്ജിത്തിന്റെ എതിരായ ആ പീഡനാരോപണം പോലും അവിടെ ചർച്ചാ വിഷയമാക്കി ഒരു സ്ത്രീ വിരുദ്ധ സമീപനമാണ് UDFും LDFും സ്വീകരിക്കുന്നതെന്നും അവിടെ ശോഭാ സുരേന്ദ്രനാണ് ഏറ്റവും കൂടുതൽ ഈ സ്ത്രീ വിഷയങ്ങളെ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്നതെന്നും പാലക്കാട് മുമ്പും മത്സരിച്ച തന്റെ കരുത്ത് തെളിയിച്ച
കേരളത്തിൽ എല്ലാ വിഷയങ്ങളും സ്ത്രീ വിരുദ്ധമായ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള വിമർശനങ്ങൾ ഉയരുന്ന സമയത്തൊക്കെ തന്നെ ആ വിഷയങ്ങളിൽ സജീവമായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രനെന്നും അത്തരത്തിലൊരു ഇമേജ് ഉള്ളവർക്ക് വോട്ട് നൽകണമെന്നുള്ള BJPയുടെ മുഖ്യ പ്രചാരണം. അതുകൊണ്ട് സ്ത്രീ വോട്ടുകളായിരിക്കും അവിടെ, വനിതകളുടെ വോട്ടുകളായിരിക്കും പാലക്കാട് വിധി നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാവുക. UDFനെ സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച രമേശ് പിഷാരടിയെ തടഞ്ഞ വിഷയത്തിൽ അവർ സ്വീകരിച്ച സമീപനം, രമേശ് പിഷാരടി വളരെ പക്വതയോടെയുള്ള നിലപാട്, മറുപടി, ഒരു പരിധിക്കപ്പുറം എതിർ സ്ഥാനാർത്ഥികളെ കടന്നാക്രമിക്കാതെയുള്ള രാഷ്ട്രീയ പക്വതയുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം നൽകുന്നത്. അപ്പോൾ രമേശ് പിഷാരടിയുടെ ഇമേജാണ് അവിടെ, പ്രതിച്ഛായയാണ് അവിടെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് UDF പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു കാര്യം. രാഹുൽ മാങ്കൂട്ടം വിഷയം ഉയർത്തുന്ന ആ വെല്ലുവിളിയെ അതിജീവിക്കാൻ രമേശ് പിഷാരടിയുടെ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ബന്ധങ്ങളുള്ള പ്രതിച്ഛായ കൊണ്ട് സാധിക്കുമെന്ന ഒരു കണക്കൂട്ടലാണ് UDFനെ സംബന്ധിച്ചുള്ളത്. LDF ആവട്ടെ, NMR എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്വന്തം നിലയിൽ അദ്ദേഹം അവിടെ ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജ്, ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത, നാട്ടുകാരനാണ് എന്നുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ്, ഇതൊക്കെ തന്നെ LDFനെ സംബന്ധിച്ച് അവിടെ പ്രതീക്ഷ നൽകുന്നതാണ്. പക്ഷേ ഇതിനെല്ലാം അപ്പുറം പാലക്കാട് വിധി നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനമാവുക നേരത്തെ സൂചിപ്പിച്ച വനിതകളുടെ വോട്ട് തന്നെയായിരിക്കും. സജിത്ത്. ശരി, അത് അനുമോദ് നിരീക്ഷിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വനിതകളുടെ വോട്ട്, സ്ത്രീകളുടെ വോട്ട് ഇത്തവണ പാലക്കാട് മണ്ഡലത്തിൽ ജനവിധി നിർണ്ണയിക്കും. അത്തരം ഘടകങ്ങളൊക്കെ അവിടെ പ്രവർത്തിക്കുന്നു എന്നാണ് സാഹചര്യം. ഇനി നമ്മൾ പോകുന്ന മലപ്പുറം ജില്ലയിലേക്കാണ്. മലപ്പുറം എന്ന പച്ചക്കോട്ട ഇത്തവണ മറ്റെന്തെങ്കിലും ചിന്തിക്കുമോ എന്ന കാര്യമാണ്. അനുമോദ്, കഴിഞ്ഞ തവണ ഇടതു തരംഗത്തിലും UDFന് അല്ലെങ്കിൽ ലീഗിന് 3 സീറ്റുകൾ ഒഴികെ ബാക്കി പൂർണ്ണമായും പിടിച്ചടക്കാൻ കഴിഞ്ഞ ജില്ലയാണ്. ഇത്തവണ ജില്ല പൂർണ്ണമായി പിടിക്കുമെന്ന് ലീഗും കോൺഗ്രസും അവകാശപ്പെടുന്നുണ്ട്. പൊന്നാനിയിൽ പ്രശ്നമുണ്ട്, തവനൂര് പ്രശ്നമുണ്ട്, താനൂരുണ്ട്, ഒപ്പം തിരൂരുമുണ്ട്. തിരൂരേക്ക് മാറി മത്സരിക്കുകയാണല്ലോ അബ്ദുറഹ്മാൻ. എന്താണ് സാഹചര്യം? അവിടെ തിരിച്ചടി ഭയക്കണമോ ഇടതുപക്ഷം? നമുക്ക് പ്രധാനമായും മലപ്പുറം ജില്ലയിൽ മത്സരം നടക്കുന്നത് 6 മണ്ഡലങ്ങളെ നമുക്ക് തരംതിരിക്കേണ്ടത്. ഒന്ന്, ഇടതുപക്ഷത്തിന് മേൽക്കൈ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന പൊന്നാനി, തവനൂർ. മറ്റ് 4 മണ്ഡലങ്ങൾ ഇടതുപക്ഷം കടുത്ത പോരാട്ടം നടത്തുന്ന തിരൂര്, വേങ്ങര, പെരിന്തൽമണ്ണ, മങ്കട. അങ്ങനെ 6 മണ്ഡലങ്ങളാണ് മലപ്പുറം ജില്ലയിൽ ഇത്തവണ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഇടങ്ങൾ. അതിൽ പൊന്നാനിയിലേക്ക് വരികയാണെങ്കിൽ പൊന്നാനിയിൽ ഇടതുപക്ഷം 2006 മുതൽ പാർട്ടി ചിഹ്നത്തിൽ ജയിക്കുന്ന മണ്ഡലമാണ്. ഓരോ തവണയും ഭൂരിപക്ഷം കൂട്ടി നേടുന്ന മണ്ഡലമാണ്. അവിടെ ഇത്തവണ അഡ്വക്കേറ്റ് എം കെ സക്കീറാണ് സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത്. എം കെ സക്കീറാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.